അദ്ദേഹത്തുമായി ഞങ്ങൾക്കുണ്ടെങ്കിലും അയാൾ വിശ്വസിക്കുന്ന ആദർശത്തിനോട് ഇഖ്ലാസോടെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ സമസ്തയുടെ യോഗത്തിൽ വെച്ച് മരിച്ചു വീണു. എല്ലാവരും അറിഞ്ഞതാണ് ആ സംഭവം. എന്നിട്ടോ അയാൾ ചത്തുപോയി എന്നാ പറഞ്ഞു. കേട്ടോ നിങ്ങൾ. ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ ഉള്ളോത്തങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ കണ്ണിയത്തിന്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പാണത്. ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത്, ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു, ഞാനുണ്ട്, നാട്ടിക മുസ്ലിയാർ വേണം നാട്ടിപ്പോയോ ചത്തുപോയി, ഇതാ പ്രസംഗിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത്, അവൻ മരിച്ചുപോയന്റെ ഹാലും മാലുമായിട്ട് അവൻ പൊയിഞ്ഞോന്റെ ഇതിലെ കൊണ്ടെന്നല്ലേ അല്പം തന്നെയുള്ള ആളുകൾക്കുള്ളൂ. ഇയാള് പറയുന്നത് മാനു ചത്തു. കണ്ടില്ലങ്ങള്? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് പറയുന്നത്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി. മാനു മുസ്ലിയാർ ചത്തു, നാട്ടിക നാട്ടിപ്പോയി ചത്തു. ആരാ പറയുന്നത്? കരുവന്തിരുത്തിക്കാരം ഉള്ളാൾ കുഞ്ഞിക്കോയ. തങ്ങളെന്ന് പറയാൻ പറ്റുമോ അയാളെ പറ്റി? പറ്റുമോ? ഒരു മനുഷ്യൻ മരിച്ചുപോയ സ്വന്തം പാളയത്തിലുള്ള നിങ്ങളെ എന്താ അഭിപ്രായ വ്യത്യാസം? ലീഗിന് വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടേന്നല്ലേ നിങ്ങളെ അഭിപ്രായം?